കാലവും വിവാഹ സീസണും അടുക്കുമ്പോൾ സ്വർണം വാങ്ങണോ അതോ വില കുറയാൻ കാത്തിരിക്കണോ എന്ന ആശങ്കയിലാണ് ആളുകൾ. റെക്കോർഡ് വിലയിൽ നിൽക്കുമ്പോഴും സ്വർണ്ണ വിപണിയിലെ വിദഗ്ധർ കേൾക്കാൻ അല്പം സമാധാനം തരുന്ന ശുഭവാർത്തകളാണ് നൽകുന്നത്. വരും വർഷങ്ങളിൽ സ്വർണ്ണവിലയിൽ 229% വരെ വർധനവ് ഉണ്ടാകുമെന്നാണ് ആഗോള ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ പ്രവചിക്കുന്നത്. സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധാരണക്കാരെ ഇത് തെല്ലൊന്ന് തളർത്തുമെങ്കിലും ഈ പ്രവചനം സ്വർണത്തിൽ നിക്ഷേപിക്കുന്നവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. എന്തുകൊണ്ട് സ്വർണ്ണവില ഉയരുന്നു? കാലത്തിന്റെ അതിരുകൾ ഭേദിച്ച് മനുഷ്യരാശിയുടെ ഹൃദയത്തിൽ സ്വപ്ന സിംഹാസനം നേടിയ ഒരു ലോഹമുണ്ട്. അത് സ്വർണമാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി അധികാരത്തിന്റെയും സമ്പത്തിന്റെയും പ്രതീകമായി ഇത് നിലകൊള്ളുന്നു. പുരാതന ഈജിപ്തിലെ ഹൗറന്മാരുടെ ശവകുടീരങ്ങളിൽ തുടങ്ങി ആധുനിക ലോകത്തിലെ ആഭരണ പെട്ടികളിൽ വരെ ഈ ലോഹം തിളങ്ങുന്നു. സ്വർണത്തിന്റെ സമാനതകളില്ലാത്ത തിളക്കവും തുരുമ്പെടുക്കാത്ത പ്രകൃതവുമാണ് അതിനെ ഇത്രയും അധികം ആകർഷണമാക്കുന്നത്. സ്വർണത്തിന്റെ മൂല്യം കേവലം അതിന്റെ സൗന്ദര്യത്തിൽ ഒതുങ്ങുന്നതല്ല. ചരിത്രത്തിൽ രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറയായി ഇത് വർദ്ധിച്ചു. സാമ്പത്തിക പ്രതിസന്ധികളുടെ കാലഘട്ടത്തിൽ പോലും ഇതിന്റെ മൂല്യം നിലനിർത്താനുള്ള കഴിവ് ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഭൂമിയിൽ സ്വർണത്തിന്റെ ഉൽപാദനം പരിമിതമായതിനാൽ അതിന്റെ ലഭ്യത എപ്പോഴും ഡിമാൻഡിന് ആനുപാതമായിരിക്കില്ല. ഈ അപൂർവതയാണ് അതിന്റെ മൂല്യത്തെ എക്കാലത്തും ഉയർന്ന നിലയിൽ നിർത്തുന്നത്. വ്യക്തിഗത നിക്ഷേപം എന്ന നിലയിൽ സാമ്പത്തിക അനിശ്ചിതത്വങ്ങളിൽ ഒരു സംരക്ഷക കവചമായി സ്വർണം പ്രവർത്തിക്കുന്നു. ആഭരണങ്ങൾ, നാണയങ്ങൾ, സ്വർണ്ണക്കട്ടികൾ എന്നിങ്ങനെ പല രൂപങ്ങളിൽ നമുക്കിത് നിക്ഷേപിക്കാം. കാലം എത്ര കഴിഞ്ഞാലും ഈ ലോഹത്തിന്റെ പ്രാധാന്യത്തിനും മൂല്യത്തിനും ഒരു കുറവും സംഭവിക്കില്ല. അതിനാൽ സ്വർണം വെറും ഒരു ലോഹമല്ല, മറിച്ച് മനുഷ്യന്റെ ചരിത്രത്തിലും ഭാവിയിലും പ്രതീക്ഷയിലും തിളങ്ങുന്നൊരു അടയാളമാണ്. ചരിത്രം മാറി, രാജഭരണം മാറി, 21-ാം നൂറ്റാണ്ട് തലപൊക്കിയെങ്കിലും പൊന്നിന്റെ തട്ട് താണു തന്നെയാണ് ഇരിക്കുന്നത്. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങളും ഇന്ത്യക്കാരുടെ പരമ്പരാഗതമായ സ്വർണം വാങ്ങുന്ന ശീലവുമാണ് ഇപ്പോഴുള്ള ഈ വിലക്കയറ്റത്തിന് പ്രധാന കാരണം. ചില ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുമെങ്കിലും സുരക്ഷിതമായ നിക്ഷേപങ്ങൾക്കുള്ള ആവശ്യവും ആഗോള സാമ്പത്തിക സാഹചര്യവും വിലകളെ പിന്തുണയ്ക്കുന്നത് തുടരും. ആസ്പെക്ട് ബുള്ളിയൻ ആൻഡ് റിഫൈനറി സിഇഒ ദർശൻ ദേശായി പറയുന്നു, ഇന്ത്യക്കാർക്ക് സ്വർണം വെറുമൊരു നിക്ഷേപം മാത്രമല്ല, വികാരങ്ങളും പാരമ്പര്യമായുള്ള ആഴത്തിൽ ഇഴചേർന്നിരിക്കുന്നുവെന്ന് കാരലേറ്റിന്റെ മാനേജിംഗ് ഡയറക്ടർ സോമൻ ഫോമിക് എടുത്തു കാണിക്കുന്നു. സ്വർണ്ണ വിപണിയെക്കുറിച്ച് വിവിധ സ്ഥാപനങ്ങൾ നടത്തിയ പ്രവചനങ്ങൾ ഇവയാണ്. സ്വിസ് ഏഷ്യ 2032 ആകുമ്പോഴേക്കും സ്വർണ്ണവില 119 മുതൽ 229 വരെ ഉയരുമെന്ന് സ്വിസ് ഏഷ്യ ഏറ്റവും ധീരമായ പ്രവചനം നടത്തിയിട്ടുണ്ട്. ഇത് 10 ഗ്രാമിന് 2.40 ലക്ഷം മുതൽ 3.61 ലക്ഷം രൂപ വരെയായേക്കാം. ഇനി സിറ്റി ഗ്രൂപ്പ്സ് 9.6% വർധനവ് പ്രവചിക്കുന്നു. ഇത് 10 ഗ്രാമിന് 1,20,560 രൂപയിലെത്താൻ സാധ്യതയുണ്ട്. അടുത്തത് ഗോൾഡ്മാൻ സാച്ചസ് 37% വർധനവ് പ്രവചിക്കുന്നു. ഇത് സ്വർണ്ണവില 10 ഗ്രാമിന് 1,50,700 രൂപയായി ഉയർത്തും. ക്യാപിറ്റൽ ലീഗ് സ്വർണം ഉടൻ തന്നെ പൗണ്ട്സിന് 3,700 മുതൽ 3,800 എത്തുമെന്നാണ് പ്രവചിക്കുന്നത്. എന്നിരുന്നാലും 2 മുതൽ 5% വരെ ഹ്രസ്വകാല ഇളവ് സാധ്യമാണ്. ഒറ്റയടിക്ക് വലിയ അളവിൽ സ്വർണം വാങ്ങുന്നതിനെ ഭൂരിഭാഗവും യോജിക്കുന്നില്ല. വിപണിയിലെ ഏറ്റവും താഴ്ന്ന പോയിന്റ് കൃത്യമായി കണ്ടെത്തുക എന്നത് വെല്ലുവിളി നിറഞ്ഞതാണ്. ഇന്ത്യൻ ബുള്ളിയൻ ആൻഡ് ജുവലേഴ്സ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് അക്ഷ കംബോജ് പറയുന്നു, ഗണ്യമായ ഇടിവിന് സാധ്യതയില്ലാത്തതിനാൽ ക്രമേണ വാങ്ങുന്നത് വിവേകപൂർണമായിരിക്കുമെന്ന് അവർ നിർദ്ദേശിക്കുന്നു. ഒരു തന്ത്രമെന്ന നിലയിൽ തുടക്കത്തിൽ മൊത്തം ബഡ്ജറ്റിന്റെ ഏകദേശം 25% മാറ്റിവെക്കുകയും വില 2 മുതൽ 5% കുറയുകയാണെങ്കിൽ കൂടുതൽ വാങ്ങുകയും ചെയ്യുക. ബാക്കിയുള്ളത് ഭാവി തന്ത്രങ്ങൾക്കനുസരിച്ച് ആസൂത്രണം ചെയ്യാവുന്നതാണ്. നിലവിലെ നിലവാരത്തിൽ ഏകദേശം 20 മുതൽ 30% സ്വർണത്തിൽ മിതമായ നിക്ഷേപം നടത്തി ബാക്കിയുള്ളത് ക്യാഷ് റിസർവിൽ സൂക്ഷിക്കുന്നതാണ് ബുദ്ധിപരമായ നീക്കം. സ്വർണത്തിന്റെ വിലയിൽ താൽക്കാലികമായ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ അതിന്റെ മൂല്യം വർദ്ധിക്കാമെന്നാണ് ഈ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഉത്സവ സീസണിലെ ഡിമാൻഡിനും ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളും സ്വർണ്ണവിലയെ പിന്തുണയ്ക്കുന്നത് തുടരും. അതുകൊണ്ട് തന്നെ സ്വർണം ഒരു വിശ്വസനീയമായ നിക്ഷേപമായി തന്നെ തുടരും. വാങ്ങുന്നവർ വിദഗ്ധരുടെ ഉപദേശം തേടി ഘട്ടം ഘട്ടമായി സ്വർണം വാങ്ങുന്നത് കൂടുതൽ സുരക്ഷിതമായിരിക്കും.